കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയും ഭാരവാഹികളുടെ യോഗവും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ നടന്നു. യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം വിളിച്ചു. വൈസ് പ്രസിഡന്റുമാരും കൂടെ ഉണ്ടായിരുന്നു. വിശദമായ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അതിനുവേണ്ടി ഇരിക്കുകയാണ് സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ്. അപ്പോൾ ഒരൊറ്റ ചോദ്യം, എന്തായി വയനാട് ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം? എത്ര പണമാണ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തത്? അതിൻ്റെ കണക്ക് പുറത്തു വിടുമോ? ഈ ഒരൊറ്റ ചോദ്യം. ആ ചോദ്യം കേട്ട ഉടനെ അതിന് മറുപടി പറഞ്ഞു എന്ന് വരുത്തി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് സണ്ണി ജോസഫ്. ഒളിച്ചോട്ടം എന്ന് തന്നെ പറയാം. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന KPCC പ്രസിഡന്റിനെയാണ് നാം കണ്ടത്. ഒളിച്ചോടുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യത്തിൻ്റെ പേരിലല്ല. അത് വയനാടിലെ ജനങ്ങളുടെ കണ്ണീര് വിറ്റ് പിരിച്ച തുക, അത് നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനുള്ള മറുപടി അത് പറയാൻ കഴിയാതെയാണ് ഒളിച്ചോട്ടം കാണുക. ഈ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് KPCC ന്യൂസ് ഓഫീസും പ്രഖ്യാപിച്ച നികുതികളുടെ കാര്യത്തിൽ ഇത് ഞങ്ങളെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഞങ്ങളതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം, ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വം, നികുതിദായകരുടെ പണം കൊണ്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും. ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇത്രയായി മാസം അത്രയായി. ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം മറ്റ് സ്റ്റേറ്റുകളിലെ കോൺഗ്രസ് ഗവൺമെന്റുകൾ സഹായിക്കുന്നു. ഞങ്ങളെ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഞങ്ങള് പ്രഖ്യാപിച്ചതൊക്കെ നടപ്പിലാക്കും. അതിന്റെ ഡീറ്റെയിൽസ് അവിടുത്തെ കമ്മിറ്റിയാണ്, വയനാട്ടിലെ കമ്മിറ്റി. അത് ശരി, താങ്ക് യു. KPCC പ്രസിഡന്റ് പറയുന്നത് അതൊക്കെ വയനാടിലെ കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റി തീരുമാനിക്കും എന്നാണ്. കഴിഞ്ഞ ദിവസം K. മുരളീധരൻ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഇതേ ചോദ്യം K. മുരളീധരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ KPCC പ്രസിഡന്റ് പറയും എന്നാണ്. ഇതേ ചോദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ചാൽ VD സതീശൻ പറയുന്നത് അതൊക്കെ KPCC പ്രസിഡന്റ് പറയും. പണം പിരിച്ചിട്ടുണ്ട്, പണം എൻ്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിൽ കിടക്കുകയാണ് എന്ന് പറയും. യൂത്ത് കോൺഗ്രസ് നേതാക്കളും പണം പിരിച്ചിരുന്നു. അത് വലിയ തട്ടിപ്പാണ് എന്ന് ഇതിനകം തന്നെ കണക്കിലടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നിരുന്നാലും 1,05,00,000 രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നേരത്തെയുള്ള അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് 86 ലക്ഷം രൂപ മാത്രമേ പിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറയുന്നത് 1,05,00,000 രൂപ കയ്യിലുണ്ട് എന്നാണ്. ഈ പണം വയനാട് ദുരന്തബാധിതരുടെ കണ്ണീര് കാണിച്ച് പിരിച്ച പണമാണ്. ജനങ്ങൾ കയ്യയച്ച് സഹായിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും. അങ്ങനെ കോൺഗ്രസിനും പണം ലഭിച്ചിട്ടുണ്ട്. ആ പണം എത്ര എന്ന് പോലും പറയാൻ തയ്യാറാകുന്നില്ല കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്ര രൂപയാണ് പിരിച്ചത്? ഈ ചോദ്യത്തിന് എങ്കിലും ഉത്തരം പറയാൻ KPCC തയ്യാറാകുമോ? എത്ര പണമാണ് കയ്യിലുള്ളത്? എത്ര ഫണ്ടാണ് ബാങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്നത് എന്ന് പറയാനെങ്കിലും ചങ്കൂറ്റം കാണിക്കണം KPCC പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആർക്കാണ് KPCC വീട് വെച്ച് നൽകുന്നത്? ആരാണ് ഗുണഭോക്താക്കൾ? ഗുണഭോക്താക്കളെ നിശ്ചയിക്കേണ്ടത് സർക്കാരാണ് എന്ന പമ്പര വെഡിത്തമാണ് പറയുന്നത് ഇപ്പോൾ KPCC പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളും. ഗുണഭോക്താക്കളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് സർക്കാരിൻ്റെ വീട് വേണോ, അതല്ല KPCCയുടെ വീട് വേണോ, അതല്ല മുസ്ലിം ലീഗിൻ്റെ വീട് വേണോ എന്ന്. സർക്കാർ വെച്ച് നൽകുന്ന വീട് ആവശ്യമില്ലാത്തവർക്ക് 15 ലക്ഷം രൂപ സർക്കാർ നൽകും. ആ 15 ലക്ഷം രൂപയും വാങ്ങി അവർക്ക് പോകാം. പിന്നീട് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും ഈ കുടുംബത്തിന് ലഭിക്കില്ല. അവർക്ക് KPCCയുടെ വീട് വാങ്ങിക്കാം, KPCCയുടെ സഹായം വാങ്ങിക്കാം, മുസ്ലിം ലീഗിൻ്റെ സഹായം വാങ്ങിക്കാം. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ സഹായം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഏകദേശം 80-ലധികം പേരാണ് സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് പണം വാങ്ങിപ്പോയവർ. അവരൊക്കെ ഇപ്പോൾ കുറ്റബോധം കൊണ്ട് തലകുനിച്ച് നടക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ആ വീട് ഇതുവരെയും എവിടെയും എത്തിയില്ല. സർക്കാരിന്റെ പദ്ധതി ഇതാ ഡിസംബറിൽ പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പോഴും KPCCയുടെ ഫണ്ട് അക്കൗണ്ടിൽ കിടക്കുകയാണ്. ആർക്കാണ് ഇവർ വീട് വെച്ച് നൽകുക? ആരാണ് ഇവരുടെ ഗുണഭോക്താക്കൾ?
ഇക്കാര്യം വ്യക്തമാക്കണ്ടേ KPCC? അതും വ്യക്തമാക്കുന്നില്ല. രണ്ട് കാര്യം മാത്രം പറഞ്ഞാൽ മതി. ആരാണ് ഗുണഭോക്താക്കൾ? നിങ്ങൾ എപ്പോൾ വീട് വെച്ച് നൽകും? അതിലൊരു ടൈം ഫ്രെയിം പറയാൻ കഴിയുമോ? അതിനപ്പുറത്തേക്ക് എത്ര പണമാണ് KPCC പിരിച്ചെടുത്തത് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക്? അത് വ്യക്തമാക്കാൻ, അത് പരസ്യമായി പറയാൻ എന്തുകൊണ്ടാണ് KPCC കഴിയാതെ പോകുന്നത്? ആ ചോദ്യം സ്വാഭാവികമായും ഇനിയും ഉയരും. എവിടെ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചാലും അവിടെയൊക്കെ ഈ ചോദ്യം ചോദിക്കാൻ നട്ടലുള്ള ഒരു മാധ്യമപ്രവർത്തകനെങ്കിലും ഉണ്ടാകും. അതാണ് കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ കണ്ടത്. ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ പതറി എഴുന്നേറ്റ് പോകേണ്ടി വരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കാര്യമൊന്ന് ഓർത്തു നോക്കൂ. കോൺഗ്രസിന്റെ അധപ്പതനമാണ് അത് കാണിക്കുന്നത്.